ഇന്നലെ കേരളത്തിലെ തീരദേശ ജില്ലകളിൽ സമ്പൂർണ്ണമായ മത്സ്യബന്ധന ഹർത്താലായിരുന്നു. കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർ മാത്രമല്ല, മത്സ്യവില്പനക്കാർ, മാർക്കറ്റുകൾ, തെരുവുകളിൽ മത്സ്യം വിൽക്കുന്ന സഹോദരിമാർ ഉൾപ്പെടെ മുഴുവൻ മത്സ്യമേഖലയും സ്തംഭിച്ച ഒരു സമരമാണ് ഇന്നലെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ നടത്തിയത്. മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി കേരളത്തിലെ എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളും, രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകൾ, രാഷ്ട്രീയേതര സംഘടനകൾ, മതസമുദായ സംഘടനകൾ എല്ലാവരും കൂടി ചേരുന്നതാണ് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി. അതിൻ്റെ ഹർത്താൽ ഇന്നലെ സമ്പൂർണ്ണ വിജയമായിരുന്നു. പൂർണ്ണമായും എല്ലായിടങ്ങളിലും പണിമുടക്കുകയും പ്രതിഷേധ യോഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കപ്പെട്ടു. കേന്ദ്ര സർക്കാരിൻ്റെ മണൽ ഖനനത്തിനെതിരെ, കടൽ മണൽ ഖനനത്തിനെതിരായിട്ടായിരുന്നു സമരം. പക്ഷെ നിർഭാഗ്യവശം എന്ന് പറയട്ടെ, കേരള ഗവൺമെൻറ് ഇപ്പോഴും ഈ കാര്യത്തിൽ കള്ളക്കളി കളിക്കുകയാണ്. ഡൽഹി കൊച്ചിയിൽ ചേർന്ന ഇതുമായി ബന്ധപ്പെട്ട റോഡ് ഷോയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി പങ്കെടുക്കുകയുണ്ടായി. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനീഷ് IAS പങ്കെടുത്തു. ആ പങ്കെടുക്കുക മാത്രമല്ല, ആ റോഡ് ഷോയ്ക്ക് വേണ്ടി വരുന്ന ചെലവ് പൂർണ്ണമായും കൊടുത്തത് കേരള ഗവൺമെൻറ്റാണ്. KMML നിന്നാണ് കേരള ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനത്തിനാണ് കൊടുത്തത്. റോയൽറ്റി കാര്യത്തിൽ മാത്രമാണ് കേരള ഗവൺമെൻറ് തർക്കം ഉന്നയിക്കുന്നത്. ഈ മണൽ കടലിൽ നിന്ന് ഖനനം ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന വരുമാനത്തിൽ കേരള ഗവൺമെൻറ് കൂടി റോയൽറ്റി വേണം എന്നതാണ് ആ റോഡ് ഷോയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഡിമാൻഡ്. അതിനർത്ഥം കേരള ഗവൺമെൻറ് തീരപ്രദേശത്തെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഈ നിമിഷം വരെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഞങ്ങളുടെ കൂടെ സമരത്തിന് CIT ഉണ്ട്, AITC ഉണ്ട്. പക്ഷെ എന്നാൽ CPM നിലപാട് വ്യക്തമാക്കണ്ടേ? കൊല്ലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ഖനനം നടക്കാൻ വേണ്ടി പോകുന്നത്, കൊല്ലം പരപ്പിൽ. അവിടെയാണ് CPM സംസ്ഥാന സമ്മേളനം 6-ാം തീയതി മുതൽ ആരംഭിക്കുന്നത്. ഒരുപാട് സെമിനാറുകൾ അവിടെ നടക്കുന്നുണ്ട്. ആ സെമിനാറുകളിൽ ഒന്നും ഈ നിമിഷം വരെ CPM ഈ കടൽ ഖനനവുമായി ബന്ധപ്പെട്ട സെമിനാറില്ല. ബിഷപ്പുമാരുൾപ്പെടെ കേരളത്തിലെ തീരപ്രദേശത്തെ ലത്തീൻ ബിഷപ്പുമാരുൾപ്പെടെയുള്ള നിരവധി പേർ ഈ സമരത്തുണ്ട്. അച്ഛന്മാരും സിസ്റ്റേഴ്സും സമരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പോലും കേരള ഗവൺമെൻറ് മിണ്ടാതിരിക്കുന്നത് കേരള ഗവൺമെൻറ്റിന് കള്ളക്കളിയുണ്ട്. കേരള ഗവൺമെൻറ്റിന് പേടിയാണ്. ഒന്ന്, നരേന്ദ്രമോദിയെ പേടിയാണ്. രണ്ട്, അദാനിയെ പേടിയാണ്. നരേന്ദ്രമോദി മുഖാന്തരം നരേന്ദ്രമോദിയുടെ ചങ്ങാത്ത മുതലാളിയായ അദാനിക്ക് കൊടുക്കുന്നതാണ് ഈ കരാർ എന്നുള്ളത് കൊണ്ട് നരേന്ദ്രമോദിയെയും അദാനിയെയും ഭയമുള്ളതിനാൽ, അവരുമായി ബന്ധമുള്ളതിനാലാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ഈ കാര്യത്തിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കാത്തത്. അതുകൊണ്ട് 12-ാം തീയതി ഡൽഹിയിൽ പാർലമെൻറ്റ് മാർച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഡൽഹിയിൽ പാർലമെൻറ്റ് മാർച്ച് നടത്തുകയാണ്. ആ പാർലമെൻറ്റ് മാർച്ചിൽ CIT ഉൾപ്പെടെ AITC ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ, കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൂടെ. 12-ാം തീയതി പാർലമെൻറ്റ് മാർച്ചിന് മുൻപായി കേരള ഗവൺമെൻറ് ഈ കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശ ജനതയുടെയും കേരള ജനതയുടെയും വികാരത്തിനൊപ്പം നിൽക്കുന്നില്ല എങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടന, മത്സ്യത്തൊഴിലാളി കോൺഗ്രസും KPCCയും സ്വന്തമായ നിലയിൽ സമരവുമായി മുന്നോട്ട് പോകും. ഈ വിഷയം ഇന്ന് നടക്കുന്ന ഈ കോൺഗ്രസിന്റെ യോഗത്തിൽ ചർച്ച ചെയ്യുമോ, അതോ നേതൃമാറ്റം ഉൾപ്പെടെയുള്ള വിഷയമായിരിക്കുമോ ചർച്ച ചെയ്യുന്നത്? ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തീരദേശത്തെ കടൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഈ കാര്യത്തിൽ പൂർണ്ണമായ പിന്തുണ നൽകി എന്ന കാര്യം സന്തോഷത്തോടെ അറിയിക്കട്ടെ. കോൺഗ്രസിൻ്റെ AICC സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് കൊല്ലത്ത് എൻ്റെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ കടലിലെ രാപ്പകൽ സമരത്തിന് പങ്കെടുത്തത്. കൊടിക്കുന്ന് സുരേഷ് MP ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും ആ സമരത്തിലുണ്ടായി. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഈ സമരത്തിന് പരിപൂർണമായ പിന്തുണ നൽകിയിട്ടുണ്ട്. മുൻ KPCC അധ്യക്ഷന്മാരായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനും K മുരളീധരനും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. ഞാൻ മാവിലായിക്കാരനാണ്. ഈ നേതൃമാറ്റം നിലവിലെ നേതൃത്വത്തിൽ സംതൃപ്തനാണോ? ഞാൻ പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുന്ന കൂട്ടത്തിലല്ല ഞാനിത്. അതുകൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും ഇന്ന് യോഗത്തിന് എന്നെയും വിളിച്ചിട്ടുണ്ട്. ഞാൻ ആ യോഗത്തിന് വേണ്ടി കൂടി ഡൽഹിയിൽ വന്നതാണ്. മാത്രമല്ല, എനിക്ക് 12-ാം തീയതിയിലെ പാർലമെൻറ്റ് മാർച്ചിൻ്റെ കാര്യങ്ങൾക്ക് സജ്ജമാക്കേണ്ടതുണ്ട്. അതിനുള്ള പോലീസ് അനുമതി ഉൾപ്പെടെ വാങ്ങാനുണ്ട്. ഇതെല്ലാം കൂടിയാണ് ഞാൻ ഡൽഹിയിൽ. നിലവിലെ കോൺഗ്രസിന്റെ അവസ്ഥ അങ്ങ് ദീപാദാസ് മുൻഷിയോട് സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ പാർട്ടിക്കകത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ പാർട്ടിക്കകത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായും മാധ്യമങ്ങളിൽ പറയുന്നത് ഞാൻ പണ്ടും ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടോ? അല്ല, സ്വാഭാവികമായും നമ്മൾ കേരളത്തിലെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് അല്ലേ.
കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിലെ ദൈനംദിന രാഷ്ട്രീയ കാര്യങ്ങൾ, പാർട്ടി കാര്യങ്ങളായാലും ശരി, പൊതുകാര്യങ്ങളായാലും പിന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതൃത്വവുമായി സംസാരിക്കാറ് ഒരു സ്വാഭാവികമാണ്, അതിനൊരു അസ്വാഭാവികതയില്ല. അല്ല, കേരളത്തിൽ ബൂത്തിലിരിക്കാൻ പോലും ആളില്ല, തൻ്റെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യമാണ് തരൂർ പറഞ്ഞത്. അങ്ങനെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് കൂടി ആകുമ്പോൾ ഇതൊരു നിലവിലെ സംഘടനയുടെ ഒരു പരാജയമല്ലേ? കേരളത്തിലെ ബൂത്തിൽ കോൺഗ്രസ് ഇരിക്കാൻ ആളുണ്ട്. ഞാൻ 15 വർഷം MLA യും 5 വർഷം MP ആയിരുന്ന ആളാണ്. ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന ആളാണ്. കേരളത്തിലെ ബൂത്തുകളിൽ കോൺഗ്രസിന് ഇരിക്കാൻ ആളുണ്ട്, പാർട്ടി പ്രവർത്തകന്മാരുണ്ട്, സജ്ജമാണ് കേരളത്തിലെ കോൺഗ്രസ്. പഞ്ചായത്ത് ഇലക്ഷൻ നേരിടാൻ വേണ്ടി ഞങ്ങൾ വിഷൻ 2025 പ്രവർത്തനം നടന്നു വരികയാണ്. വളരെ സജീവമാണ് കോൺഗ്രസിൻ്റെ നില.